ഈശോയെ നിന്നെ സ്വീകരിക്കാൻ, നിൻ സ്നേഹമാധുര്യം നുകർന്നിടുവാൻ, നിൻ മക്കളിന്നീ ദേവാലയത്തിൽ നിരനിരയായി കാത്തു നിൽപ്പൂ. ഈശോയെ നിന്നെ സ്വീകരിക്കാൻ, നിൻ സ്നേഹമാധുര്യം നുകർന്നിടുവാൻ, നിൻ മക്കളിന്നീ ദേവാലയത്തിൽ നിരനിരയായി കാത്തു നിൽപ്പൂ. സഹിയോൻ ശാലയിൽ അത്താഴവേളയിൽ നിന്നെ നീ ഞങ്ങൾക്കായി നൽകിയപ്പോൾ, കാരുണ്യമായി മാറിയ നിൻ രൂപം കാണുന്നു ഞങ്ങളീ കൂദാശയിൽ, കാണുന്നു ഞങ്ങളീ കൂദാശയിൽ. ഈശോയെ നിന്നെ സ്വീകരിക്കാൻ, നിൻ സ്നേഹമാധുര്യം നുകർന്നിടുവാൻ, നിൻ മക്കളിന്നീ ദേവാലയത്തിൽ നിരനിരയായി കാത്തു നിൽപ്പൂ. വിണ്ണിന്റെ വാതിൽ തുറന്ന് സ്വർഗീയ ഭോജ്യം ഇറങ്ങി വന്നു, വിണ്ണിന്റെ വാതിൽ തുറന്ന് സ്വർഗീയ ഭോജ്യം ഇറങ്ങി വന്നു. രക്ഷകനീശോ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യം വെളിവായി. ഓ ദിവ്യകാരുണ്യമേ ആരാധന ആരാധന, ഓ ദിവ്യകാരുണ്യമേ ആരാധന ആരാധന. വിണ്ണിന്റെ വാതിൽ തുറന്ന് സ്വർഗീയ ഭോജ്യം ഇറങ്ങി വന്നു. പുതുജീവനേകാൻ അപ്പമായി നാഥൻ ബലിവേദി തന്നിൽ മുറിഞ്ഞവനായി. പുതുജീവനേകാൻ അപ്പമായി നാഥൻ ബലിവേദി തന്നിൽ
മുറിഞ്ഞവനായി സ്നേഹം പകർന്ന് കൂടെയിരിപ്പാൻ പരിശുദ്ധമീയപ്പമിറങ്ങി വന്നു. ഓ ദിവ്യകാരുണ്യമേ, പ്രദേശ് തെക്കേടത്ത് കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, കരിവൻചാല് ഇടവകയെ സംബന്ധിച്ച് ഈ വർഷത്തെ രണ്ടാമത്തെ സന്തോഷത്തിലും അഭിമാനത്തിലുമാണ് നമ്മളെല്ലാവരും സംബന്ധിക്കുന്നത്. ഇന്ന് 2019 ജനുവരി 1-ാം തീയതി, പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിന് വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്നാണ് പറയുക. നല്ല തുടക്കം പകുതി ചെയ്തതിന് തുല്യമാണ്. ഈ 2019 വർഷത്തിൻ്റെ ഈ ആരംഭ ദിവസത്തിൻ്റെ ആരംഭ മണിക്കൂറുകളിൽ നമ്മുടെ ഇടവകയെ സംബന്ധിച്ചും ഈ പ്രദേശത്തെ സംബന്ധിച്ചുമൊക്കെ നല്ലൊരു തുടക്കം നമ്മൾ കുറിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഏറ്റവും പ്രിയങ്കരനായ ഡീക്കൻ ബിബിൻ്റെ പുത്തൻ കുർബാനയിലും തിരുപ്പട്ട ശുശ്രൂഷയിലും നമ്മളൊക്കെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ സ്നേഹ ഊഷ്മളമായ മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവം ആശംസിക്കുകയാണ്. ഇന്നത്തെ ഈ തിരുപ്പട്ട ശുശ്രൂഷയിൽ കാർമ്മികത്വം വഹിച്ചുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്നത് നമ്മുടെ അതിരൂപതയുടെ അഭിമന്യ പിതാവ് മാർ ജോർജ് നർലക്കാട്ട് പിതാവാണ്. ഈ ദിവസങ്ങളിലൊക്കെ എല്ലാ പിതാക്കന്മാരും വളരെ തിരക്കിലാണ്. വൈദികർക്ക് ജന്മം നൽകിക്കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും കടന്നു വരുന്നു. അഭിമന്യ പിതാവ് നമ്മുടെ അതിരൂപതയെ സംബന്ധിച്ച് നമുക്കെല്ലാം ഒത്തിരി അഭിമാനവും സന്തോഷവുമാണ്. വളരെ ലളിതമായിട്ടുള്ള, അതുപോലെ എല്ലാവർക്കും സമീപസ്ഥനായിട്ടുള്ള രീതിയിലുള്ള ഇടപെടലുകളൊക്കെയാണ് അഭിമന്യ നർലക്കാട്ട് പിതാവിൻ്റെ പ്രകൃതം. അഭിമന്യ പിതാവിനെ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം നമ്മുടെ ഈ ഇടവകയിലേക്കും അതുപോലെ ഇന്നത്തെ ഈ തിരുപ്പട്ട ശുശ്രൂഷകളിലേക്കും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്.
ഈ തിരുപ്പട്ട ശുശ്രൂഷയില് ആർച്ചഡീക്കന്മാരായി സഹകരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോർജ് കൊലകുപ്പിലച്ചനും അതുപോലെ എമ്മാനുവൽ ആട്ടലച്ചനുമാണ്. ജോർജ് കൊല്ലകുപ്പിലച്ചൻ ഈ ഇടവകയുടെ മുൻ വികാരിയാണ്. 5 വർഷം ഇവിടെ കരുവൻചാലില് അച്ഛൻ വികാരിയായി പ്രവർത്തിച്ച ആളാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് അച്ഛനെ കുറിച്ചുള്ള വിശദാംശങ്ങളൊന്നും ഇവിടെ നൽകേണ്ട ആവശ്യമില്ല. വളരെ സ്നേഹപൂർവ്വം കൊല്ലകുപ്പിലച്ചനെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. എമ്മാനുവൽ ആട്ടൽ മാണിയച്ഛൻ എന്നാണ് നമുക്കെല്ലാം അച്ഛൻ സുപരിചിതൻ. എമ്മാനുവലാണെങ്കിൽ രണ്ടൊരു പേര് തന്നെയാണെങ്കിലും മാണിയച്ഛൻ ഞങ്ങള് സഹപാഠികളാണ് 10 വർഷം സെമിനാരിയില്. അതുപോലെ ഞങ്ങൾ 2 പേരാണ് ആ ബാച്ചിന്റെ ഉപതയിലുള്ളത്. മാണിയച്ഛൻ ഇപ്പോഴ് കുന്നോത്ത് കുക്ഷപ്പേട് മേജർ സെമിനാരിലെ പ്രത്യക്ഷനായിട്ടാണ്. ഡീക്കൻ ദീപിന്റെ പ്രത്യക്ഷനാണ് ബഹുമാനപ്പെട്ട മാണിയച്ഛന്. അച്ഛൻ ഇവിടെ ഈ കരുവൻചാലിലും അതിൻ്റെ പരിചയമൊക്കെ ഉണ്ട്. അച്ഛനെയും വളരെ സ്നേഹപൂർവ്വം എല്ലാവരുടെയും പേര് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ തിരുപ്പട്ട ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട വൈദികര്, നമ്മുടെ അതിരൂപതയുടെ വികാരി ജനറാള് അലസ്താരാമലച്ചനും അതുപോലെ പിന്നെ പല പ്രധാനപ്പെട്ട അച്ഛന്മാരെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാ വൈദികരും ഇവിടെ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വൈദികരെയും വളരെ സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ സിസ്റ്റേഴ്സ് പല കോൺഗ്രിഗേഷനിൽപ്പെട്ട പിന്നെ സിസ്റ്റേഴ്സ് ഒത്തിരി പേര് ഇവിടെ സന്നിഹിതരാണ്. നിങ്ങളെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രദേശമുണ്ട്. അതുപോലെ തന്നെ ഈ തിരുപ്പട്ട ശുശ്രൂഷയിലും പുത്തൻ കുർബാനയിലും ഒക്കെ സംബന്ധിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള തെക്കേടത്ത് കുടുംബാംഗങ്ങളും കുടുംബവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചുരുക്കുന്നു. ഒരിക്കൽ നമുക്ക് ഡീക്കനെ പ്രത്യേകം സമർപ്പിക്കുക. തിരുപ്പട്ടത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ കൃപയും അനുഗ്രഹവും ധാരാളമായി ആ മകനിലേക്ക് വർഷിക്കപ്പെടാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുക്കർമ്മങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. തിരുപ്പട്ടം സ്വീകരിക്കുവാനായി കടന്നു വന്നിരിക്കുന്ന ഈ സഭാതനെ പുരോഹിത പട്ടം നൽകി സഭയിലെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കണം എന്ന അർക്കദിയാക്കോന്റെ അഭിമന്യ പിതാവിനോടുള്ള അഭ്യർത്ഥനയാണ് തുടർന്ന് നടക്കുന്നത്. വൈദിക പരിശീലനം പൂർത്തിയാക്കി അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ സംസ്ഥാന സെബാസ്റ്റ്യൻ തെക്കേടത്തിന് പുരോഹിത പട്ടം നൽകി സഭയിലെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ ദാസനെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്തിന്റെ പ്രബോധന അധികാരമാണ് തിരുപ്പട്ടം വഴി നൽകുന്നത്. സത്യവിശ്വാസം പഠിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും കടപ്പെട്ടവനാണ് വൈദികൻ. ഈ സത്യം അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സംസ്ഥാന സഭയുടെ വിശ്വാസം ഏറ്റുപറയുന്നു. അതോടൊപ്പം തന്നെ മാർപ്പാപ്പയെയും അഭിമന്യ പിതാവിനെയും പൂർണ്ണഹൃദയത്തോടും ഉത്തരവാദിത്വപൂർണമായും അനുസരിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി വാഗ്ദാനം ചെയ്യുന്നു. ഈ വിശ്വാസ പ്രതിജ്ഞ ജീവിതാവസാനം വരെ അപങ്കുലം പാലിക്കാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഇദ്ദേഹത്തോടൊപ്പം നല്ലവനായ ദൈവത്തോട് നമുക്കും പ്രാർത്ഥിക്കാം. അയോഗ്യനായ ഞാൻ സെബാസ്റ്റ്യൻ തെക്കേടത്ത് അത്യുന്നതനായ ദൈവത്തിന്റെ കൃപയാൽ മാർ ജോർജ് മെത്രാപ്പൊലീത്തായുടെ മുമ്പാകെ കത്തോലിക്ക സത്യവിശ്വാസം ഏറ്റുപറയുന്നു. ദൈവത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്നും ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് കൂടി ഏക സത്യവുമാകുന്നു. അവിടുന്ന് വഴി
പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യനായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവാൻ തലയിലൂടെ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞാൻ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സാധാരണമോ സാർവത്രികമോ ആയ പ്രബോധന അധികാരം വഴിയോ ഔദ്യോഗികമായി തീർപ്പ് കൽപ്പിക്കുന്നത് വഴിയോ തിരുസഭയിലൂടെ ദൈവികമായി വെളിപ്പെട്ടതും നാം വിശ്വസിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതുമായ എഴുതപ്പെട്ടതും പാരമ്പര്യത്തിലൂടെ കൈമാറപ്പെട്ടതുമായ ദൈവവചനത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നവയെല്ലാം ഉറച്ച ബോധ്യത്തോടെ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച് സഭ നിയമമായി നിർദ്ദേശിച്ചിരിക്കുന്ന എല്ലാ പ്രബോധനങ്ങളും ഞാൻ ദൃഢമായി സ്വീകരിക്കുന്നു. കൂടാതെ റോമിലെ മാർപ്പാപ്പയോ മെത്രാൻ സംഘമോ ഔദ്യോഗിക പ്രബോധന അധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കുന്നവ അവർ അവയെ തീവ്രമായി നിർവചിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അവയോടുള്ള വിശ്വാസപൂർവമായ വിധേയതും പൂർണ്ണമായ അറിവോടും സമ്മതത്തോടു കൂടി ഞാൻ ഏറ്റുപറയുന്നു. പത്രോസിന്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ മാർപ്പാപ്പയെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ച് കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ഗീവർഗീസ് മെത്രാപ്പോലീത്തായോടും അദ്ദേഹത്തിന്റെ പിൻഗാമികളോടും വിധേയത്തോടു കൂടി വർദ്ധിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ മേൽദക്ഷിണ പിതാവുമായ മാർ ജോർജ് മെത്രാപ്പോലീത്തായെ പൂർണ്ണ ഹൃദയത്തോടും വിധേയത്തോടും കൂടി അനുസരിച്ച് കൊള്ളാമെന്നും അദ്ദേഹത്തിന്റെ പിൻഗാമികളുടെയും കൽപ്പനകൾ ഒരിക്കലും ലംഘിക്കുകയില്ലെന്നും ഞാൻ ഏറ്റുപറയുന്നു. അത്യുന്നതനായ ദൈവം എന്നെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതി. നമ്മുടെ കർത്താവ് ഈശോയുടെ സുവിശേഷം എനിക്ക് സാക്ഷിയായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. നിങ്ങളുടെ പാപഭാരം മുഴുവൻ എന്നേക്കുമായി വിശുദ്ധാലയങ്ങളെയട്ടെ എന്ന പ്രാർത്ഥനയോടെ അഭിമന്യപിതാവ് വൈദികാർത്ഥിയുടെ മുടി കേൾക്കുന്നു. പരിശുദ്ധ പൗരോഹിത്യം എന്ന ദൈവിക ദാനം സ്വീകരിക്കുന്നവർ പാപത്തോടും ലോക ആഡംബരങ്ങളോടുമുള്ള ബന്ധം പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്ന് നിർമ്മലമായ ഹൃദയത്തോടും പരിശുദ്ധ മനസ്സാക്ഷിയോടും സംശുദ്ധമായ കരങ്ങളോടും കൂടി പരിപാലനമായ ജീവിതം നയിക്കണമെന്ന് തിരുസഭാ മാതാവ് വൈദികാർത്ഥിയെ അനുസ്മരിപ്പിക്കുന്നു. ദൈവസേവനത്തിനായി പ്രത്യേകമായ വിധത്തിൽ മാത്രം വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ജീവിതം നയിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ കർമ്മം സൂചിപ്പിക്കുന്നത്. ഇനിയുള്ള പാപഭാരം മുഴുവൻ നീക്കിക്കളയട്ടെ. ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗത്തിൽ
മൺകുടത്തിലെ നിശ്ചയമാണ് പൗരോഹിത്യം എന്നതാണ്. ബലഹീനങ്ങളായ മനുഷ്യകരങ്ങളിലൂടെയാണ് അത് നിർവഹിക്കപ്പെടുക. പരിശുദ്ധവും പരിപാവനവുമായ ഈ കർമ്മം അനുഷ്ഠിക്കാൻ തന്നെ ശക്തനാക്കണമേ എന്ന് പരമകാരുണികനായ ദൈവത്തോട് അഭിമന്യ പിതാവ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. മഹോന്നതവും ശ്രേഷ്ഠവുമായ ഈ ആധ്യാത്മിക കർമ്മം നിർവഹിക്കുവാൻ അഭിമന്യ പിതാവിനെ ശക്തനാക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ നല്ല കാര്യത്താൽ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. അത് പരിച്ചുപോയ ഞങ്ങളെ അങ്ങയുടെ അളവറ്റ കൃപയാൽ സംരക്ഷിക്കണമേ. ആത്മീയ ദാനങ്ങൾ ദാനം ചെയ്യുന്ന ദിവ്യ രഹസ്യങ്ങൾ പരമാർത്ഥ ഹൃദയത്തോട് നമ്മുടെ മനസാക്ഷിയോടും കൂടി പരികർമ്മം ചെയ്യുന്നതിനും നീതിയുടെ പ്രവർത്തികളാൽ അവയെ പൂർണ്ണമാക്കുന്നതിനും അങ്ങയുടെ കാരുണ്യ രഹത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പുരോഹിതന്റെ ശ്രേഷ്ഠതയെയും മഹാത്മ്യത്തെയും കുറിച്ച് ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും പുരോഹിതാർത്ഥിയെയും നമ്മെയും പ്രചോദിപ്പിക്കുന്നതാണ് അടുത്തു വരുന്ന പ്രാർത്ഥനാഗാനം. ദൈവദൂതന്മാർക്ക് പോലും അപ്രാപ്യമായ മഹോന്നത ദാനമാണ് പൗരോഹിത്യം എന്ന് ഈ ഗാനം സൂചിപ്പിക്കുന്നു. ജെറൂസലേം ദേവാലയത്തിലേക്ക് വരുന്ന തീർത്ഥാടകർക്ക് ആലപിക്കുവാനായി വിരചിതമായ സങ്കീർത്തനമാണ് നാം ഈ ഗാനത്തിലൂടെ ആലപിക്കുന്നത്. ദീർഘനാൾ കാത്തിരുന്ന ശേഷം കർത്താവിനെ ഭവനം ദർശിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരു ഭക്തന്റെ ഹൃദയ തുടിപ്പുകളാണ് ഈ പ്രാർത്ഥനയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ദൈവാലയം കേന്ദ്രമാക്കി ജീവിക്കേണ്ട പുരോഹിതാർത്ഥിയെ ദൈവാലയത്തിന്റെ ശ്രേഷ്ഠതയെ പറ്റി ഓർമ്മിപ്പിക്കുക കൂടിയാണ് ഈ പ്രാർത്ഥനാ ഗാനത്തിലൂടെ. അവന്റെ അങ്ങനെ കാണുവാൻ എന്റെ ആത്മാവ് ആശിച്ചു കാത്തിരുന്നു.
അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. കർത്താവിന്റെ അങ്കണം കാണുവാൻ എന്റെ ആത്മാവ് ആശിച്ചുകൊണ്ടിരുന്നു. എന്റെ ഹൃദയവും ശരീരവും ജീവനുള്ള ദൈവത്തെ പുകഴ്ത്തുന്നു. കുരുവിയും ചെന്നാലിയും പാർക്കുവാൻ കൂട് കണ്ടെത്തി. പ്രതാപവാനായ കർത്താവേ, അങ്ങയുടെ ബലിപീഠത്തിനരികിൽ അവ കുഞ്ഞുങ്ങളെ വളർത്തുന്നു. എന്റെ രാജാവായ ദൈവമേ, അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ എത്ര ഭാഗ്യവാന്മാരാകുന്നു. അവർ എന്നും ഇടവിടാതെ അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരും അങ്ങയുടെ സഹായം ലഭിച്ചിട്ടുള്ളവരും ഏറ്റവും ഭാഗ്യവാന്മാരാകുന്നു. അവർ കടന്നു പോകുമ്പോൾ വരണ്ട ഭൂമി ജലാശയമായി മാറും, പുതുമഴയാൽ പരിപുഷ്ടമാവുകയും ചെയ്യും. അവരുടെ ശക്തി വർദ്ധിച്ചു വരികയും ദേവന്മാരുടെ ദേവനെ സിഗ്യോനിൽ അവർ കാണുകയും ചെയ്യും. സൈനികരുടെ കർത്താവായ ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിന്റെ ദൈവമേ, എന്നെ ചെവിക്കൊള്ളണമേ. രക്ഷകനായ ദൈവമേ, ഞങ്ങളെ കടാക്ഷിക്കണമേ. അങ്ങയുടെ അഭിഷിക്തന്റെ മുഖം അങ്ങ് പാർക്കണമേ. അന്യസ്ഥലത്തായ ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. എന്തെന്നാൽ നമ്മുടെ തുണയും രക്ഷയും ദൈവമായ കർത്താവാകുന്നു. അവിടുന്ന് സഹായവും മഹത്വവും നൽകും. പരിശുദ്ധമായി ജീവിക്കുന്നവർക്ക് തന്റെ വരങ്ങൾ നിഷേധിക്കില്ല. പ്രതാപവാനായ ദൈവമേ, അങ്ങിൽ ശരണപ്പെടുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു. അടുത്തുവരുന്ന കാലത്തിനിടയിൽ അർപ്പതയാക്കുവാൻ നയിക്കപ്പെട്ട് വൈദികാർത്ഥി ആദ്യം ബലിപീഠവും പിന്നീട് മാമോദീസായും ചുറ്റിക്കുന്നു. അവയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ എന്നും ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്നുമുള്ള തിരുവചനത്തിന്റെ ആഹ്വാനം ഇവിടെ ഫലമേൽപ്പിക്കപ്പെടാൻ പോകുന്നതിന്റെ അനുസ്മരണമാണ് ഇത്. ദൈവീകത്തിന്റെ ഉറവിടമായ മാമോദീസ പരികർമ്മം ചെയ്തുകൊണ്ട് സ്വർഗരാജ്യത്തിന് അനേകം ആധ്യാത്മിക സന്താനങ്ങളെ ജനിപ്പിക്കുക എന്ന സ്വകർത്തവ്യത്തെ അനുസ്മരിപ്പിക്കുവാനാണ് മാമോദീസ തൊട്ടി ചുംബിക്കുന്നത്. അൾത്താരയിൽ ബലിയർപ്പിക്കണം എന്നതാണ് അൾത്താര ചുംബനത്തിന്റെ അർത്ഥം. വർഷങ്ങൾക്ക് മുൻപ് മാമോദീസ തൊട്ടിയിൽ മുളയെടുത്ത ഈശോയുമായുള്ള ഈ സഹോദരന്റെ ബന്ധം അവിടത്തേക്ക് തന്നെ പൂർണ്ണമായി ബലിയർപ്പിക്കുന്നതിൽ ഇന്ന് എത്തി നിൽക്കുകയാണ്. ദൈവീകതയിൽ വേരൂന്നി നിൽക്കുന്ന മാമോദീസ തൊട്ടിയോടും ജീവൻ സമൃദ്ധമായി വിളയിക്കുന്ന ബലിപീഠത്തോടുമുള്ള പുരോഹിതന്റെ ആത്മസമർപ്പണത്തിൽ ഈ തിരുക്കർമ്മ ഭാഗം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. Oh